ശിവപ്രിയ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്ന ജ്യോതിഷ സംബന്ധമായ വിഷയം, ദുരിതങ്ങൾ അകലും, മനസ്സമാധാനം കിട്ടും. എന്ത് ചെയ്താൽ, ഇനി പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ദുരിതങ്ങൾ അകന്ന് മനസ്സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ വന്നു ചേരും. പലർക്കും ദുരിതങ്ങൾ ഒഴിഞ്ഞ നേരമില്ല, ഇല്ലേ? പലരെയും സംബന്ധിച്ച് എപ്പോഴും ദുരിതം. ചിലർ പറയണേ എന്ത് ചെയ്തിട്ടും രക്ഷയില്ല, ദുരിതങ്ങൾ തന്നെ, രോഗങ്ങളാണ്, കുടുംബത്തിൽ സമാധാനമില്ല. ഇങ്ങനെ ഒന്നിനു പിറകെ മറ്റൊന്നായിട്ട് മനസമാധാനം നഷ്ടപ്പെടുന്ന പല കാര്യങ്ങളും അവിടെ കുടുംബത്തിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിലോ ഒക്കെ വന്ന് ചേരുന്നത് പതിവാണ്. അപ്പൊ പല കാരണങ്ങൾ കൊണ്ട് ദുരിതങ്ങൾ വരാം. പല കാരണങ്ങൾ, അല്ലെ? ഒരു കാരണം കൊണ്ട് മാത്രമല്ല, പല കാരണങ്ങൾ കൊണ്ട് ദുരിതങ്ങൾ വരാം. അതുമൂലം നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടും. പല കാരണങ്ങൾ കൊണ്ട്, പല വിഷയങ്ങൾ കൊണ്ടും നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. ആ സമയം ദൈവത്തെ പഴിച്ചിട്ട് ഒരു കാര്യമില്ല. അപ്പൊ ചിലവര് പറയും, ഞാൻ എന്തോരം ദൈവത്തെ വിളിക്കുന്നുണ്ട്, പക്ഷെ എന്റെ ദുരിതങ്ങളൊന്നും മാറുന്നില്ലല്ലോ ദൈവമേ, എനിക്ക് മാത്രം എന്തിനാണ് ഇങ്ങനെ ഒരു ദുരിതം തന്നത് എന്ന്. അപ്പോൾ ഓരോരുത്തരും അത് ചിന്തിച്ചു പോകുന്ന ചില സമയം ഉണ്ടാവും. അപ്പൊ നമ്മൾ അതിന് കാരണമുണ്ട്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത് നമ്മുടെ പൂർവജന്മത്തിന്റെ ബാക്കി പത്രമാണ് ഈ നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം. പൂർവജന്മത്തിൽ നാം ചെയ്ത പുണ്യപാപ കർമ്മങ്ങളുടെ, അതായത് പുണ്യത്തിന്റെയും പാപത്തിന്റെയും എന്ത് പ്രവൃത്തിയാണെങ്കിലും അതിന്റെ ഫലം ഈ ജന്മത്തിൽ നമ്മൾ അനുഭവിച്ച് തന്നെ തീരണം. അപ്പൊ അവിടെ നേരത്തെ പൂർവ്വജന്മത്തിൽ നമ്മ പുണ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ജന്മത്തിൽ നമുക്ക് പുണ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. കഴിഞ്ഞ ജന്മത്തിൽ നമ്മ ദുഷ്ടത്തരോ അതേപോലെ തന്നെ എന്തെങ്കിലും പ്രവൃത്തി ദോഷങ്ങളോ അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ജന്മത്തിൽ നമുക്ക് ആ പാപദോഷങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരും. അപ്പൊ നമ്മുടെ ജാതകത്തിൽ എത്ര നല്ല ജാതകമാണെങ്കിലും അല്ലെങ്കിൽ എത്ര നല്ല അവസ്ഥയാണെങ്കിലും ചിലപ്പോൾ നമ്മുടെ പൂർവജന്മ ഇത് നമ്മൾ അനുഭവിക്കേണ്ടി തന്നെ വരും. അപ്പൊ അങ്ങനെയൊക്കെ ഇത് വരാം, ഈ ദുരിതങ്ങളും ദോഷങ്ങളും ഓരോരുത്തർക്ക്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? അതിന് പരിഹാരമായിട്ട് ദൈവത്തിങ്കൽ ചെയ്യാവുന്ന പ്രാർത്ഥനയും വഴിപാടും, അതാണ് പരിഹാരം. നമുക്ക് രോഗം വന്നാൽ നമ്മൾ മരുന്ന് മേടിക്കണം, ഇല്ലേ? രോഗം വന്ന് പ്രാർത്ഥിച്ച് രോഗം മാറ്റാൻ പറ്റുമോ? പറ്റില്ല. രോഗം വന്നാൽ അവിടെ നമ്മൾ മരുന്ന് മേടിച്ച് അത് രോഗം മാറ്റണം. അതേപോലെ നമുക്കൊരു ദുരവസ്ഥ വന്നാൽ, ഒരു കഷ്ടപ്പാടുകൾ വന്നാൽ നമ്മൾ ദൈവത്തിങ്കൽ ചെയ്യാവുന്ന വഴിപാടുകൾ നടത്തി തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്കൊരു മോചനം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ എന്താ ചെയ്യേണ്ടത്? ദിവസവും ദേവീ സ്തുതികൾ വീട്ടിൽ ചൊല്ലണം. ദിവസവും ദേവീ സ്തുതികൾ, അതായത് മഹാലക്ഷ്മിയുടെ സ്തുതികൾ, സരസ്വതി ദേവിയുടെ സ്തുതികൾ, അങ്ങനെ ദേവീ സ്തുതികൾ ദിവസവും, അതായത് വെള്ളിയാഴ്ച ദിവസങ്ങളില് അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിലോ ഒക്കെ ലളിത സഹസ്രനാമം ചൊല്ലുന്നത് ഏറ്റവും വളരെ നല്ല കാര്യമാണ്. ലളിത സഹസ്രനാമം ചൊല്ലുന്നത്. അതേപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും വളരെയധികം നല്ലതാണ്. കുടുംബത്തിൽ മനസ്സമാധാനം കിട്ടുന്നതിന് ഏറ്റവും നല്ല കാര്യമാണ്. അതുകൂടാതെ ഈ പ്രാർത്ഥന നിങ്ങൾ ദിവസവും ചൊല്ലണം. ഞാൻ ഈ പറയുന്ന പ്രാർത്ഥന ഒന്ന് ദിവസവും ചൊല്ലിയാൽ തീർച്ചയായിട്ടും വീട്ടിലും ആ ചൊല്ലുന്ന ആൾക്ക് നല്ല മനസ്സമാധാനം കിട്ടും, ആ കുടുംബത്തിനും നല്ലൊരു സമാധാനം കിട്ടും. എന്താണ് ആ പ്രാർത്ഥന? സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ എന്ന് ചൊല്ലണം. ഞാൻ ഒന്നും കൂടി പറയാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ദേവി ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ എന്നാണ് ചൊല്ലേണ്ടത്. ഞാൻ ഒന്നും കൂടി ചൊല്ലാം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമസ്തുതേ എന്ന് അത്
നല്ല സ്ഫുടതയോടുകൂടി ചൊല്ലി പ്രാർത്ഥിച്ചാൽ, അതായത് ദിവസവും സന്ധ്യാസമയത്ത് നിങ്ങളത് ചൊല്ലി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസമാധാനവും നിങ്ങളുടെ ദുരിതങ്ങൾ അകന്നു പോകാനും സാധിക്കുന്നതാണ്. ഈ വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എന്റെ ഈ ജ്യോതിഷ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.